ഹലോ ചാമ്പ്യൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സംഭവ ബഹുലമായ ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ അഞ്ചാമത്തെ ലെക്ചറിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സെഷനാണ് ഇന്ന് നമ്മൾ ബേസിക്കലി തിയറിയിലും കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. അതായത് നമ്മളൊരു മേജർ ചങ്ക് കെമിക്കൽ കൈനറ്റിക്സിന് ഒരു മേജർ ചങ്ക് ഓൾറെഡി കഴിഞ്ഞു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് വരെയുള്ളത് ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല, മൊത്തം ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് വരെയുള്ള കുറെ രസകരമായ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് മേജർലി ചെയ്യാൻ പോകുന്നത്. ചെറിയ തരത്തിൽ തിയറിയും ഉണ്ടാവും, പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, നീറ്റ് ആയാലും ജെഇ ആയാലും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറെ പേർക്ക് എന്നെ അറിയാതിരിക്കാം. എന്നെ അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് സുഭാഷ്. നാട്ടിലെ കൊച്ചിയിലാണ് പഠിച്ചതൊക്കെ. സ്കൂളൊക്കെ ചെയ്തത് ആലുവയിൽ നിന്നാണ് മക്കളെ. പക്ഷെ ഞാൻ കോളേജ് പഠിച്ചത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജായ ബിച്ച് പിലാനിയിൽ നിന്നാണ്. എൻ്റെ അണ്ടർഗ്രാഡും പോസ്റ്റ് ഗ്രാഡും അവിടെ തന്നെയായിരുന്നു മക്കളെ. ഓക്കെ, കൂടുതൽ എന്നെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ലെക്ചർ കാണാത്തവർ ദയവായി അത് കാണുക. എൻ്റെ മാത്രമല്ല, വേദാന്തു ചാനലിലെ എല്ലാ ലെക്ചേഴ്സും കാണുക. കാര്യം വളരെയധികം ഇൻറ്റൻസിറ്റിയോടെ, വളരെയധികം ഡെപ്തിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ചാപ്റ്റർ ആയാലും, അതിപ്പോൾ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും, ഫിസിക്സ് ഇസ് ഓൺ ദ വേ മൈ ഡിയർ സ്റ്റുഡൻസ്. പേടിക്കേണ്ട, ഫിസിക്സ് എന്തായാലും വരും. ഫിസിക്സ് ഇല്ലാതെ നീറ്റില്ല, ജെഇ ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ, അത് എന്തായാലും തുടങ്ങിയിരിക്കും മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യാൻ പോകുന്നത് തിയറി അധികമില്ല മക്കളെ. അപ്പൊ പേടിക്കണ്ട, പ്രോബ്ലംസ് ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരിക്കും. ഓക്കെ, പെന്നും പേപ്പർ എടുത്ത് റെഡി ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ ഗേഷ്യസ് റിയാക്ഷൻ. ഓക്കെ, ഇത് രണ്ടും ഇത്ര വലിയ മലമറിക്കണ തിയറി ഒന്നും അല്ല. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള പ്രോബ്ലംസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി മൈ ഡിയർ സ്റ്റുഡൻസ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇൻ 3, 2, 1 ആൻഡ് തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. തമ്മിലടിക്കരുത് മക്കളെ. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ബിക്കോസ് വി ആർ എ ഫാമിലി, വി നീഡ് ടു ഗ്രോ. ഫോർ ദാറ്റ് വി നീഡ് യുവർ സപ്പോർട്ട്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്ക് ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രചോദനമാവുള്ളൂ. വി വിൽ ബി മോട്ടിവേറ്റഡ് ടു ഗിവ് യു ദ ബെസ്റ്റ് സെഷൻ, അല്ലേ? അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ലെഫ്റ്റ് അറ്റ് എനി ടൈം. സസ്പെൻസ് ആണ്. ഞാൻ ഒരു സിമ്പിൾ ഫോർമുല തരാം ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആദ്യം തന്നെ നമുക്ക് ഫോർമുലയിലേക്ക് ചാടാം. Concentration of the reactant AT at any time is A0 into 1/2 raised to n. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ ഇതെന്ത് ഫോർമുല? ഞാൻ പറയാം മക്കളെ, എല്ലാവരും ദയവ് ഇത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എവ്രി വൺ ഫോക്കസ് ഓവർ ഹിയർ. ഫോക്കസ്. ഓക്കെ, അതായത് നമുക്കിങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എ ഗിവിംഗ് യു ബി. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം ഈക്വൽ ടു 0. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ A0 ആയിട്ട് വെക്കുന്നു. ഫൈനൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം t, ഫൈനൽ കോൺസെൻട്രേഷൻ നമ്മൾ AT ആയിട്ട് വെക്കുന്നു. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0, ഫൈനൽ കോൺസെൻട്രേഷൻ AT. ആ ഫൈനൽ കോൺസെൻട്രേഷൻ AT ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2 raised to n, അല്ലെങ്കിൽ ഇൻറ്റു 1/2 raised to n എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ n എന്താണ് സാറേ? n is nothing but number of half lives. എത്ര ഹാഫ് ലൈഫ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് n. ഫോർ എക്സാമ്പിൾ, ഞാൻ സിമ്പിൾ ആയിട്ട്, ഇതിന് ഡെറിവേഷൻ ഒന്നുമില്ല, ഇത് സിമ്പിൾ കോമൺ സെൻസ് ആണ്. സപ്പോസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ആണ്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ആണ്. നമ്മൾ ഈ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്താവും മക്കളെ? ഈ A0/2 ആവും മക്കളെ. ഓക്കെ സാർ, മനസ്സിലായി സാറേ.
ഇനി അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഹാഫ് ലൈഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. ആദ്യം നമുക്ക് a0/2 കിട്ടി. ഇനി അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇതിന്റെ പകുതിയാവും മക്കളെ. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇതിന്റെ പകുതിയാവും. സോ ദിസ് ബിക്കംസ് a0/4. അല്ല മക്കളെ ഇനി അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ദിസ് ബിക്കംസ് a0/8. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇറ്റ് ഇസ് a0/2^1. അത് തന്നെയാണ് 2 അല്ലെ. സെക്കൻഡ് ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് a0/2^2 അല്ലെ. രണ്ട് ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ a0/4, അതായത് a0/2^2. മൂന്ന് ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ a0/8. a0/8 എത്രയാ? a0/2^3. So basically ഇതൊരു കോമൺ സെൻസ് ആണ്. There's nothing hidden. It's not rocket science. ഈ ഫോർമുല എന്ന് പറയുന്നത് n is nothing but number of half lives. Okay? Yes or no? For example, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരാം. Suppose half life of a first order reaction. Half life for first order reaction is 2. Okay? Let us say we need to find time as in concentration AT when time is equal to let's say 32 എന്ന് പറയാം. When time equal to 32 എന്ന് പറയുമ്പോൾ എത്ര ഹാഫ് ലൈഫ്സ് അവിടെ കഴിഞ്ഞു മക്കളെ? ടൈം ഈക്വൽ ടു 32 എന്ന് പറയുമ്പോൾ എത്ര ഹാഫ് ലൈഫ്സ് കഴിഞ്ഞു? നിങ്ങൾ നോക്കുക. ഹൗ ഡു യു ഡു ദാറ്റ്? 32 ഡിവൈഡഡ് ബൈ 2 അല്ലെ. 32 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 16 ഹാഫ് ലൈഫ് അവിടെ കഴിഞ്ഞു. 16 ഹാഫ് ലൈഫ് അവിടെ കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ AT is nothing but a0/2^16 അല്ലെ. So that is how you do that. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. ഇത് ബേസിക്കലി AIPMT ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് 1999 ആണ്. Half life of a first order reaction is 4 seconds. Okay, sare. And the initial concentration of the reactant is 0.12. The concentration of the reactant left after 16 seconds. വളരെ സിമ്പിൾ ആണ്. 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. AT is equal to a0/2^n. ഇത് നിങ്ങൾക്ക് അറിയാം മക്കളെ. AT is equal to a0/2^n. ഇവിടെ n എന്താണ് മക്കളെ? n is nothing but given time divided by half life. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇതെന്തിനാ ഇങ്ങനെ എഴുതിയേക്കണേ? കാര്യം ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് നിങ്ങൾ ചെയ്താൽ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ 16 സെക്കൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് യു റൈറ്റ് ഇറ്റ് ആസ് 16 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 ഹാഫ് ലൈഫ്സ് കഴിഞ്ഞു എന്നാൽ ഇവിടെ AT is equal to എത്രയാവും? AT is equal to a0. Initial concentration of the reactant is 0.12. Appa 0.12 divided by 2^4. That is your answer. 0.12 divided by 16. 0.12 divided by 16. 0.12 divided by 16 എത്രയാണ് മക്കളെ? 0.12 divided by 16 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 12 divided by 16 3/4 0.0075 കിട്ടും. അതെങ്ങനെയാ ചെയ്തെന്നുള്ളത് ഡിവിഷൻ ആണ്. ഓക്കെ, ഞാൻ മനസ്സിൽ ചെയ്തു അല്ല, നിങ്ങൾ ബുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ മക്കളെ. AT is equal to a0/2^n. T is equal to എത്രയാ? T is equal to 16. T half is what? 4. T by T half is equal to n value കിട്ടും, number of half lives, and then apply that in the formula. അത്രേ ഉള്ളൂ. Done. Let's move on to the next question. What amount of a reactant for first order reaction will be left after 3.5 minutes? 3.5 minutes കഴിഞ്ഞാൽ എത്ര ബാക്കിയുണ്ട്? Take natural logarithm of 2 is equal to 0.7. Natural logarithm of 2 is 0.693. 0.693 ആണ്. അത് 0.7 ആയിട്ട് എടുക്കാനായിട്ട് എന്തെങ്കിലും കാണും. കാൽക്കുലേഷൻ എളുപ്പമാക്കാനായിരിക്കും അത് അവർ അങ്ങനെ വെച്ചേക്കണത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി 3.5 ഉണ്ട്, 0.7 ഉണ്ട്, എന്തോ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ? നോക്കാം. നമുക്ക് ഈ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഓൾറെഡി അറിയാം, we know that logarithm of AT is equal to
ലോഗരിതം ഓഫ് a naught minus kt. അതായത് this resembles, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. Okay, this resembles a straight line equation. Y is equal to c plus mx. This resembles a straight line equation. അല്ലെ, അതിൽ y എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് at, c എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് a naught. അതാണ് y ഇന്റർസെപ്റ്റ്. ആൻഡ് സ്ലോപ്പ് എന്താ മക്കളെ? സ്ലോപ്പ് is ultimately is equal to m, which is equal to minus k, which is equal to minus k. അല്ലെ മക്കളെ? അപ്പൊ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടാൻ ഓഫ് തീറ്റ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടാൻ ഓഫ് തീറ്റ. ഈ തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ അല്ല. തീറ്റ ഇസ് ബേസിക്കലി ഈ ആംഗിൾ. ഓക്കെ മക്കളെ? ഓക്കെ മക്കളെ? അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു 135 ഡിഗ്രി. 1 second. That angle will be equal to 135 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അതെങ്ങനെ കിട്ടി സാറേ? അത് എന്ത് മന്ത്രമാണ് സാർ അവിടെ ചെയ്തത്? സാറ് ചെയ്ത മന്ത്രം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും മക്കളെ. ഈ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ 45 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളും 45 ഡിഗ്രി, ബിക്കോസ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ മൊത്തം ആംഗിൾ എന്തായാലും 180 ഡിഗ്രി ആണ്. ഈ മൊത്തം ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ വാട്ട് ഇസ് ദിസ് തീറ്റ? 180 മൈനസ് 45. തീറ്റ ഇസ് 180 മൈനസ് 45. ഇത് നിങ്ങൾ പണ്ടെങ്കാണ്ട് മാത്സിൽ പഠിച്ചതാണ്. എന്നാലും okay, so basically that slope is tan theta, that is equal to tan 135 degree. Tan 135 degree is equal to minus 1 makala. Tan 135 degree is equal to minus 1, and that is equal to minus k. That is equal to minus k. That is equal to minus k. So slope, ഒരു മിനിറ്റ്. So tan 135 degree is equal to minus k. അപ്പോൾ k എത്രയായി? K is equal to 1. K is equal to 1 അല്ലേ? അപ്പൊ k is equal to 1. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? What amount of reactant for its first order reaction after 3.5 minutes? K is equal to 1 K is equal to 1 ആണെങ്കിൽ what is half life? What will be half life? Half life is nothing but natural logarithm of 2 divided by എത്രയാ? K. Natural logarithm of 2 is what? 0.7 എന്ന് കൊടുത്തിട്ടുണ്ട്. So 0.7 divided by K. 0.7 divided by K is what? 0.7 divided by K is 0.7 itself, because K is equal to 1. So T half is 0.7. Okay. ഇനി നമുക്ക് നോക്കാം മക്കളെ. T half is equal to 0.7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what amount of reactant will be left after 3.5 minutes. അപ്പൊ ബേസിക്കലി നമുക്ക് n കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം 3.5 is obviously going to be a multiple of 0.7. 3.5 0.7 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും മക്കളെ. 7 into 5 is 25 അല്ലേ? അപ്പൊ നമുക്ക് that is nothing but 3.5 divided by 0.7. That is how much? 5. So what is 80? 80 is equal to a naught by എത്രയാ? കൂടെ പറ, മനസ്സിലാക്കുക. a naught by 2 raised to n. That is a naught by 2 raised to 5. a naught by 2 raised to 5 എന്ന് പറയുമ്പോൾ a naught by 32. ഡണ്ടനാടൻ കഴിഞ്ഞു. മനസ്സിലായോ മക്കളെ? കുറച്ച് പണിയുണ്ട് ഇനീഷ്യലി, കുറച്ച് മറ്റേ ജോഗ്രഫി ഒക്കെ കയറി വരും. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, റൈറ്റ്? എത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ 10ലോ 9ലോ എന്തോ പഠിച്ച മാത്സ് വെച്ച് കണക്ട് ചെയ്ത് ടാൻ തീറ്റ, ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി എല്ലാം കണക്ട് ചെയ്ത് നേരെ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടെത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാത്സ് ഇസ് എ ലാംഗ്വേജ് ഓഫ് സയൻസ്. മാത്സ് അറിയാമെങ്കിൽ കുറെയൊക്കെ സയൻസ് എളുപ്പമാവും മക്കളെ. ഓക്കെ, ഇനി നമ്മള് ഒരു മിനിറ്റ് മക്കളെ.
ഇനി നമ്മള് അടുത്തതായിട്ട് എന്താണ് മക്കളെ? When concentration of reactants at two different times are given, അതായത് രണ്ട് സമയത്തെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക്, അതായത് ഒന്നിൽ 10 സെക്കൻഡിലെ കോൺസെൻട്രേഷൻ ഇത്രയാണ് റിയാക്ടന്റ്, 20 സെക്കൻഡിൽ ഇത്രയാണ്, അങ്ങനെ തരുമ്പോൾ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാജിക് ഉണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ തരുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മറ്റേ തരികിട വിദ്യ ഉണ്ടോ? എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? സപ്പോസ് നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു, A giving you B. Now let us say, എല്ലാവരും നോക്കുക, let us say it is given that at time equal to 0, initial concentration is A0, time equal to T1, concentration is AT1, time equal to T2, concentration is AT2. ഇങ്ങനെ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, T1, T2, 0. അപ്പൊ നമുക്കെന്തറിയാം? റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതണ്ട, നമുക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എന്തായാലും എഴുതി തുടങ്ങിയതല്ലേ. K is equal to 2.303 by T log of A0 by AT അല്ലേ? അപ്പൊ T എത്രയാണ്? T will be equal to 2.303 by K log of A0 by AT. So basically നമുക്ക് ഈ രണ്ട് ടൈം കൊടുക്കാം, T1 and T2. T1 എത്രയായി മക്കളെ? 2.303 by K log of A0 by AT1. T2 എത്രയായി മക്കളെ? 2.303 by K log of A0 by AT2. ഓക്കെ മക്കളെ, ഫൈൻ. നമുക്കിനി K ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ സാറേ, K നമുക്ക് കണ്ടുപിടിച്ചു കളയാം. മക്കളെ, K നമുക്ക് കണ്ടുപിടിച്ചു കളയാം. അപ്പൊ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത് അങ്ങോട്ട് എടുത്ത് കളയാട്ടോ, മറ്റൊന്നും കണ്ടല്ല, അതൊരു ലക്ഷണമൊക്കെയാണ്. അതുകൊണ്ടല്ല മക്കളെ, സ്പേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കുന്നു. T0 A0, T1 AT1, T2 AT2, അത് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാൽ, this will be, ഞാൻ ഈ equation 1 ഉം equation 2 ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. That means what is T2 minus T1? What is T2 minus T1? T2 minus T1 എത്രയായിരിക്കും മക്കളെ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ this are LHS minus LHS is RHS minus RHS അല്ലേ? So that will be equal to 2.303 by K into log of A0 by A2 minus log of A0 by A2 അല്ല കേട്ടോ, AT2 അല്ലേ? എന്താ മക്കളെ നിങ്ങൾ പറഞ്ഞു തരാത്ത? AT2. ഓക്കെ, ഇങ്ങനെ കിട്ടും. RHS minus RHS 2.303 by K ഞാൻ പുറത്തേക്ക് എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ log of A0 by AT2 minus log of A0 by AT1. ഇനി നിങ്ങൾക്കറിയാം, there is a property log of A minus log of B is nothing but log of A by B. അപ്പൊ ഇത് നമുക്ക് കിട്ടും T2 minus T1 is equal to 2.303 by K. ഇത് log of A minus log of B എന്ന് കൂട്ടുക. അപ്പൊ log of A by B വരും, that is equal to 2.303 by K log of A T1 by A T2. Beautiful.
So what is K, my dear students? What is K? Rate constant എത്രയായി? 2.303. 2.303 by T2 minus T1. T2 minus T1 into log of AT1 by AT2. ഈ ഒരു ഫോർമുല കിട്ടും. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച തരികിട ഫോർമുല. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഫോർമുല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഫോർമുല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഫോർമുല. റേറ്റ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടും. എപ്പോ T2 AT1 തന്നിട്ടുണ്ടെങ്കിൽ AT2 തന്നിട്ടുണ്ടെങ്കിൽ 2.303 by T2 minus T1 into log of AT1 by AT2. ഇനി വേറൊരു സൂത്രം കാണിച്ചു തരാം. This can also be written as K is equal to 2.303 divided by T2 minus T1 into log of R1 by R2. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഈ R1 R2 എവിടെ നിന്ന് വന്നു? മാനത്തുനിന്ന് പൊട്ടി വന്നു? അല്ല മക്കളെ, R1 is nothing but R1 is basically rate at T1. R2 is basically rate at T2. R1 ഉം R2 എന്ന് പറയുന്നത് റേറ്റ് അറ്റ് T1 ഉം T2 ഉം ആണ് മക്കളെ. അപ്പൊ നിങ്ങൾ പറയും സാർ എങ്ങനെ AT1 by AT2 എങ്ങനെ R1 by R2 ആയി? AT1 by AT2 അങ്ങനെ R1 by R2 ആയി? നിങ്ങൾക്കറിയാം റേറ്റ് is equal to K into concentration of A. That means R1 is equal to K into AT1. അല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്താലും സെയിം മീനിങ് തന്നെ, പക്ഷെ ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്തപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല. സോ ഐ എം ജസ്റ്റ് റിമൂവിങ് ദാറ്റ്. R2 എത്രയാ മക്കളെ? R2 എത്രയാ മക്കളെ? പറയൂ മക്കളെ. K into AT2. അപ്പൊ R1 by R2 എത്രയാ? K ക്യാൻസൽ ആയി പോകും. AT1 by AT2. ഡൺ. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ AT1 തന്നു കാണും, AT2 തന്നു കാണും, T2 തന്നു കാണും, T1 തന്നു കാണും. നിങ്ങൾക്ക് K കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ R1 ഉം R2 ഉം T2 ഉം T1 ഉം തന്നു കാണും. അങ്ങനെ ആയാലും നിങ്ങൾ ചെയ്യും. അപ്പൊ മക്കളെ ചാമ്പിക്കും. ഇത് മൊത്തം സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് അല്ല, ബേസിക്കലി ഫോട്ടോ എടുക്കുക, മെമ്മറി ഫോട്ടോ. ഓക്കെ, മറക്കരുത്. ഡെറിവേഷൻ ചോദിക്കണേലും കൂടുതൽ നിങ്ങൾക്ക് ഡെറിവേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ട. നിങ്ങൾ ആ ഒരു ഫ്ലോ, നിങ്ങൾ ആ ഒരു ഒഴുക്ക് മനസ്സിലാക്കണം ഇത് മൊത്തം അറിയാനായിട്ട്. ഓക്കെ, കുളത്തിന്റെ ആഴം അറിയാതെ കുളത്തിൽ ചാടരുത്. അതേപോലെ ഡെറിവേഷൻ അറിയാതെ നിങ്ങൾ ഫോർമുല മാത്രം ബൈഹാർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് പണി കിട്ടിപ്പോവും, നിങ്ങൾ മുങ്ങിപ്പോവും. ഓക്കെ, അതെങ്ങനെ വന്നു എന്നറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ നോട്ട് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു എ ക്വസ്റ്റ്യൻ. 2 പ്രാവശ്യം ചോദിച്ചതാണ്. ഓക്കെ, മെഡിക്കൽ എൻട്രൻസിൽ 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The rate of a first order reaction is 0.04 mole liter raised to minus 1 second raised to minus 1. Okay. At 10 minutes and 0.03 mole liter raised to minus 1 second raised to minus 1 20 minutes after initiation. Find the half-life of reaction. Guys, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. So I'm just showing it to you directly. R1 തന്നിട്ടുണ്ട് 0.04 mole liter raised to minus 1 second raised to minus 1. T1 is equal to 10 minutes. R2 തന്നിട്ടുണ്ട് 0.03 mole liter raised to minus 1 second raised to minus 1. T2 is equal to 20 minutes. Okay. K എത്രയായി മക്കളെ? അപ്പോൾ 2.303 by നമുക്കറിയാം K is equal to, സാർ ഇപ്പൊ പഠിപ്പിച്ചോളൂ സാറേ, പിന്നെ എന്തിനാ സാറേ വീണ്ടും എഴുതണത്? വെറുതെ, എനിക്ക് വേറെ പണിയില്ലല്ലോ. 2.303 by T2 minus T1 into log of R1 by R2. Okay, അപ്പൊ that is equal to 2.303 by 10. 20 minus 10. T2 എന്ന് വെച്ചാൽ 20, T1 എന്ന് പറഞ്ഞാൽ 10. T2 is 20, T1 is equal to 10. 20 minus 10 is 10. Okay, into log of R1 എത്രയായി മക്കളെ?
R1 is equal to 0.04. R2 is what? 0.03. So 0.04 divided by 0.03 is 4 by 3. So that is 2.303 by 10. 2.303 by 10 is 0.2303. Log of 4 by 3 is nothing but log of 4 minus log of 3. Okay. ഇനി നമുക്കൊരു കാര്യം അറിയാം. log of 2 is equal to 0.3. Okay. അപ്പൊ log of 4 എത്രയാ? log of 4 is equal to 2 log 2. അതെങ്ങനെ കിട്ടി സാറേ? നമ്മൾ ലോഗിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തു. log of 4 can be written as log of 2 square. Okay. log of 2 square. ഇത് കണ്ടിട്ട് log ആണെന്ന് തോന്നണല്ലേ? log of 2 square എന്ന് എഴുതാം. log of 2 square എന്ന് എഴുതാം. log of 2 square എന്ന് എഴുതാം. that is 2 log 2. കാരണം ഇത് നമുക്ക് 2 log 2 എന്ന് എഴുതാം. that is equal to 2 into log of 2. okay. log 2 എത്രയാ? 0.3. അത് നിങ്ങൾ മനസ്സിൽ കാണണം. so that is 2 log 2 into 0.3, that's 0.6. so this is 0.6 and log 3 value നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങൾ അത് മെമ്മറൈസ് ചെയ്യണം. that is log 0.47. now do the mathematics. അങ്ങനെ പാലക്കാട് പാലം ഉണ്ടായത്. പാലക്കാട് അല്ലല്ലോ, പാലാരിവട്ടം പാലം ഉണ്ടായത്. ഓക്കെ. അപ്പൊ കെ കിട്ടി. കഴിഞ്ഞിട്ടില്ല. കെ കിട്ടി മക്കളെ. കെ കിട്ടി കഴിഞ്ഞാൽ ടി ഹാഫ് എന്ത് ചെയ്യണം? ടി ഹാഫ് കെ is equal to logarithm of 2 by t half. so t half is equal to logarithm of 2 by k. ഈ k നമുക്ക് കിട്ടി മക്കളെ. k നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ബാക്കി കിട്ടാനാണോ പാട്? natural logarithm of 2. guys understand, natural logarithm of 2 is 0.693. ഇവിടെ log of 2 ആണ് ഞാൻ 0.3 എന്ന് കൊടുത്തത്. ഓക്കെ. നിങ്ങൾ വിചാരിക്കുന്നത് സാറ് രണ്ടും രണ്ട് രീതിയിൽ ഇതല്ലേ സാറേ? that is logarithm to the base 10. this is logarithm to the base e. okay. logarithm to the base e. natural logarithm of 2 ആണ് 0.693. logarithm of 2 to the base 10 is 0.3. അത് നിങ്ങൾ മറക്കരുത് മക്കളെ. ഓക്കെ. okay. so 24 minutes is the answer. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. in what time will the molar ratio of ethylene to cyclobutane be 1? in what time will the molar ratio of ethylene to cyclobutane be 1? അതായത് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. C4H8 giving you 2C2H4. K is equal to 2.3 into 10 power minus 4. so basically നമുക്ക് നോക്കാം. what time will be the molar ratio of ethylene to cyclobutane? ethylene to cyclobutane B1. അതെങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കാം. മക്കളെ. പോസ് ചെയ്ത് നോക്കാം. കാര്യം ഞാൻ തന്നെ എപ്പോഴും പായസം ഉണ്ടാക്കി തരാൻ നിങ്ങൾ നോക്കരുത്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പായസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലോ നോക്കുക. സോ എവരിവൺ ലുക്ക് ഓവർ ഹിയർ. ഇതിന്റെയും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു. C4H8 giving you 2C2H4. okay. at time equal to 0 concentration of C4H8 is A. എന്നെടുത്തു. അപ്പൊ ടൈം ഈക്വൽ ടു ടിയിലോ അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് A minus x. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ എക്സ് എന്താ? എക്സ് ഇസ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം. ഓക്കെ. നമുക്ക് അറിയില്ല എക്സ് എന്താന്ന്. A minus x എന്ന് കൊടുക്കുന്നു. so basically x is the amount of C4H8 that reacted in that time. x is the amount of C4H8 which reacted in that time span. okay. yes or no? അപ്പൊ നമുക്കറിയാം if x is the amount of C4H8 which reacted, then 2 into x will be the amount of C2H4 that is formed. അതെങ്ങനെ സാറേ? അതെന്ത് മര്യാദയാണ് സാറേ? അതെങ്ങനെയാ സാറേ? വളരെ സിമ്പിൾ. ഇഫ് യു ലുക്ക് അറ്റ് ദ സ്റ്റോക്കിയോമെട്രിക് ഇക്വേഷൻ ബേസിക്കലി 1:2 റേഷ്യോയിലാണ്. അതായത് നമ്മുടെ ഒരു C4H8 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 C2H4 ആണ് കിട്ടുന്നത്. ഒരെണ്ണം റിയാക്ട് ചെയ്യുമ്പോൾ 2 ഇപ്പുറത്ത് കിട്ടും.
രണ്ടെണ്ണം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 4 എണ്ണം കിട്ടും. 3 എണ്ണം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 6 എണ്ണം കിട്ടും. എക്സ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 2x കിട്ടും. മനസ്സിലായോ? സോ a മൈനസ് എക്സും 2x. ഓക്കെ മക്കളെ, കൂൾ. ഈ ഒരു ടൈപ്പ് ഓഫ് ഡൂയിങ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾ സൊല്യൂഷൻ ചാപ്റ്ററിലും പഠിച്ചു കാണും. പണ്ട് 11th സ്റ്റാൻഡേർഡിൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു കാണും. ഓക്കെ, ദിസ് വേ ഓഫ് ഡൂയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടൈമാണ്. നമുക്ക് തന്നിട്ടുള്ളത് റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് C2H4 ഉം C4H8 ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് C2H4 is basically 2x. Okay, concentration of C4H8 is a minus x. So 2x divided by a minus x is what is given. 2x divided by a minus x is what is given, and it is given as 1. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. 2x will be equal to a minus x. 2x is equal to a minus x. എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? x is equal to a by 3. x is equal to a by 3. Yes or no? If x is equal to a by 3 മക്കളെ, if x is equal to a by 3, ഇനി എന്താണ്? ഇനി നമ്മുടെ കാര്യം തെളിഞ്ഞു. We know that time is equal to 2.303 by k log of a naught by 80. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. a naught by 80. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അല്ലേ മക്കളെ? ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എത്രയാ മക്കളെ? ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇസ് ബേസിക്കലി a minus x. ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ആ 80 എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. അത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് a minus x. സോ 80 is equal to a minus x, which is nothing but 80 is equal to a minus x, which is nothing but a minus a by 3. നമുക്ക് a by 3 മക്കളെ. So that is equal to, ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം, 2.303 by k എത്രയാ മക്കളെ? It's given 2.3 into 10 power minus 4. ഇത് കാണുമ്പോൾ നല്ല വൃത്തിയാണ്, പക്ഷെ ഇത് ഇവിടെ ഇടുമ്പോൾ വളരെ സിമ്പിൾ ആ കാര്യം. 2.303 നമുക്ക് 2.3 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. 2.303 നമുക്ക് 2.3 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ഇതും വെട്ടിപ്പോവും. 10 power minus 4 എന്ന് താഴത്തേക്കുള്ളത് മേളിലേക്ക് ചാടും. So 10 power 4 into log of a divided by a minus a by 3. അത് എത്രയാ? a minus a by 3 എത്ര? So it becomes a divided by 2a by 3 എന്ന് കിട്ടും. a minus a by 3 is 2a by 3. 3 നേരെ മേളിലേക്ക് ചാടും. log of 3 by 2. പിന്നെ time is equal to 10 raised to 4 into log of 3 by 2 is nothing but log 3 minus log 2. പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. log 3 യുടെ വാല്യൂ അറിയാം 0.47. ഞാൻ മനസ്സിൽ വെക്കാൻ പറഞ്ഞു. log 2 യുടെ വാല്യൂ അറിയാം 0.3. That's it. Done. ഓക്കെ, ഈ മെത്തേഡ് നിങ്ങൾക്ക് പുത്തനൊന്നും അല്ല. നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ട് മക്കളെ. സൊല്യൂഷൻ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, കുറേ ചാപ്റ്റേഴ്സിൽ ഈ ഒരു ടെക്നീക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കുള്ളത്, സോ ബേസിക്കലി ആൻസർ വന്നത് 1700 ആണ്. ആൻസർ വന്നത് 1700. നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ ഗേഷ്യസ് റിയാക്ഷൻ. നമുക്ക് ഇതൊരു തിയറി അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സർട്ടൻ ഫോർമുലാസ് ആണ് ഞാൻ ഇവിടെ തരുന്നത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള സർട്ടൻ ഫോർമുലാസ് ആണ് ഞാൻ ഇവിടെ തരുന്നത്. അത് ഒരു തിയറി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ബുക്സിൽ കാണുന്നു വരില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സപ്പോസ് വി ഹാവ് എ റിയാക്ഷൻ, വി ഹാവ് എ ഗേഷ്യസ് റിയാക്ഷൻ. എ gas giving you B gas plus C gas. Okay, A gas giving you B gas plus C gas. Okay, ഇതൊരു gaseous reaction ആണ്. റിയാക്ടൻസും പ്രോഡക്ട്സും gaseous സ്റ്റേറ്റിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സോ ബേസിക്കലി ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, they will ask you to find rate constant in terms of initial pressure of reactant and
total pressure of reaction. Initial pressure of the reaction. Initially reactant മാത്രമേ ഉള്ളൂ. So P naught is nothing but reactant pressure. PT is nothing but total pressure. Okay, അപ്പോൾ ഇതിലെ ചെറിയ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. That is one way of asking. Rate constant in terms of P naught and P. അല്ലെങ്കിൽ rate constant in terms of PT, that is total pressure, and P infinity. This is nothing but P infinity മക്കളെ. P infinity. അതായത് P infinity എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് at infinite time reaction complete ആവും. So basically ഇത് total pressure when the reaction is complete ആണ്. നമുക്ക് അതിലേക്ക് വരാം, പേടിക്കണ്ട. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. K in terms of P naught and P2. ഞാൻ പറഞ്ഞു ഇതൊരു തിയറി അല്ല. നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ഡിറൈവ് ചെയ്യണേ നല്ലത് നമുക്ക് ഓൾറെഡി ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ട് എക്സാം ഹോളിൽ ഡിറൈവ് ചെയ്യണേ നല്ലത് നമുക്ക് ഇവിടെ തന്നെ ഡിറൈവ് ചെയ്തിട്ട് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ അല്ലേ. അപ്പൊ A giving you B plus C. നമുക്ക് നോക്കാം ഇനീഷ്യൽ പ്രഷർ ഓഫ് A P naught എന്ന് വെക്കാം. ഇനീഷ്യൽ പ്രഷർ ഓഫ് A P naught എന്ന് വെക്കാം. ഫൈനൽ പ്രഷർ എന്താണ്? ഫൈനൽ പ്രഷർ ഇസ് P naught മൈനസ് P എന്നിടാം. P naught minus P എന്നിടാം മക്കളെ. ഓക്കെ, കാര്യം ആ P is basically the amount of pressure that got converted to, amount of reactant pressure that got converted to the other side. അപ്പോൾ B എന്തായിരിക്കും? B യുടെ പ്രഷർ എന്തായിരിക്കും? P. ഇവിടെ എന്തായിരിക്കും? P. ഓക്കെ ഫൈൻ, സെയിം ലോജിക്. ഇവിടെ നിന്ന് P കുറയുകയാണെങ്കിൽ സ്റ്റോക്കിയോമെട്രിക് റേഷ്യോ നോക്കുക. ഇവിടെ ഒരു A കുറയുമ്പോൾ അവിടെ ഒരു Bയും ഒരു Cയും ആണ് വരുന്നത്. അതേപോലെ ഇവിടെ P is the amount of A that got reduced. That means P will be the amount of B that got formed and P will be the amount of C that got formed. Basically the pressure of A that got reduced is P. So the pressure of B that got formed is P, pressure of C that got formed is P, because stoichiometric ratio 1:1:1 ആണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാം മാറും. അത് നമുക്ക് നോക്കാം, വേറൊരു എക്സാമ്പിൾ നോക്കാം. സോ ബേസിക്കലി എല്ലാവരും നോക്കുക മക്കളെ, എല്ലാവരും നോക്കുക. P naught minus P. അപ്പൊ ടോട്ടൽ പ്രഷർ എത്രയായി? ടോട്ടൽ പ്രഷർ എത്രയായി മക്കളെ? ടോട്ടൽ പ്രഷർ എത്രയായി? PT. ടോട്ടൽ പ്രഷർ ഇസ് സം ഓഫ് ദ പ്രഷർ ഓഫ് A, B and C. അത് ഏത് ലോ ആണ്? എന്നറിയാത്തവർ 11ൽ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പഠിച്ചു വേണം. ഈ റിയാക്ഷൻ എന്തായാലും ഒരു കണ്ടെയ്നറിലാണ് നടക്കുന്നത്. സോ യു ഹാവ് at time equal to T, you have A, B and C. A യുടെ പ്രഷർ P naught minus P. B യുടെ പ്രഷർ P. P യുടെ പ്രഷർ P. So total pressure is this plus this plus this. That is nothing but P naught minus P plus P plus P, which means it's nothing but PT is equal to P naught plus P. അല്ല മക്കളെ, PT is equal to P naught plus P. അപ്പൊ P എന്തായി മക്കളെ? P is equal to PT minus P naught. P is equal to PT minus P naught. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ Kയുടെ ഇക്വേഷൻ എഴുതും. Kയുടെ ഇക്വേഷൻ എന്താ മക്കളെ? Kയുടെ ഇക്വേഷൻ 2.303 by T into log of initial pressure of reactant. Initial pressure of reactant is P naught divided by final pressure of reactant. Final pressure of reactant എത്രയാ? P naught minus P. ഇതും എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ 2.303 divided by log of initial pressure by final pressure of reactant ആണ്. കോൺസെൻട്രേഷനിലും എഴുതാം, നമുക്ക് പ്രഷറിലും എഴുതാം. കോൺസെൻട്രേഷനിലും എഴുതാം, പ്രഷറിലും എഴുതാം റിയാക്ഷൻ. ഇത് നമ്മൾ പ്രഷറിൽ എഴുതുന്നു. ഇനീഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ ഓഫ് റിയാക്ടന്റ്, നോട്ട് ഫൈനൽ ടോട്ടൽ പ്രഷർ. ഫൈനൽ പ്രഷർ ഓഫ് റിയാക്ടന്റ്, നോട്ട് ഫൈനൽ ടോട്ടൽ പ്രഷർ. അപ്പൊ ഈ PT എന്ന് ഉദ്ദേശിക്കുന്നത്, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്, ഈ PT എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പ്രഷർ ആണ്. This is nothing but total pressure മക്കളെ. This is nothing but total pressure at time
T. This is total initial pressure. Initially നമുക്ക് റിയാക്റ്റന്റേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ പ്രഷർ ഓഫ് ഇൻ ദ കണ്ടെയ്നർ ഇസ് P0. ഫൈനലി നമുക്ക് ടൈം ഈക്വൽ ടു G ഇത് മൂന്നും ഉണ്ട്. അപ്പൊ ടോട്ടൽ പ്രഷർ എത്രയാ? P0 മൈനസ് P. ഇത് മൂന്നും ഉണ്ട്. അത് മൂന്നും ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു P0 പ്ലസ് P എന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് it should not be P0 by PT. It should be P0 divided by pressure of A at that time, not total pressure. So P0 by P0 minus P. P0 by P0 minus P ആണ് വേണ്ട മക്കളെ അവിടെ വരേണ്ടത്. അപ്പോൾ that is equal to 2.303 divided by T into log of P0 by P0 minus P എത്രയാ? PT minus P0. PT minus P0. So that is equal to 2.303 by T into log of P0 by 2P0 minus PT. This is the formula. So initial pressure തന്നു കാണും, ഫൈനൽ ടോട്ടൽ പ്രഷർ തന്നു കാണും. ആ PT എന്ന് ഉദ്ദേശിക്കുന്നത് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, ദാറ്റ് ഇസ് ഫൈനൽ ടോട്ടൽ പ്രഷർ അറ്റ് ടൈം T. ടോട്ടൽ പ്രഷർ അറ്റ് ടൈം T. അത് മറക്കല്ലേ മക്കളെ? ഓക്കെ, അത് മറക്കരുത് മക്കളെ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് K in terms of PT and P infinity കണ്ടെത്താം. KT in terms of PT and P infinity. അതെന്താണ് മക്കളെ KT? അപ്പൊ ഇതൊന്ന് പോസ് അടിക്കുക, മനസ്സിലൊന്ന് വെക്കുക, ഹൗ ടു സോൾവ് ഇറ്റ് എന്നുള്ളത്. Okay, just keep this in your mind. It's very important. ഫോട്ടോ എടുത്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡെറിവേഷൻ. ആ ഫോർമുല, ഫൈനൽ ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഓക്കെ, ഇനി നമുക്ക് K in terms of PT and P infinity. P infinity എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു total pressure when reaction is complete. Total pressure when reaction is complete. Okay, ഇങ്ങനെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്ക് അതേ റിയാക്ഷൻ എടുക്കാം. A giving you B plus C. ഗ്യാസ് ആണ് മക്കളെ. ഓക്കെ, അപ്പൊ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ, സോ ബേസിക്കലി ലെറ്റ്സ് എ ടൈം ഈക്വൽ ടു 0 we have P0 as pressure. റിയാക്ഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ സോ ബേസിക്കലി T equal to infinity എടുക്കുകയാണെന്ന് വയ്ക്കുക. റിയാക്ഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ എയുടെ പ്രഷർ എന്തായിരിക്കും? 0. എ ഉണ്ടാവില്ല മക്കളെ. ഇവിടെ എന്തായിരിക്കും മക്കളെ? ഇവിടെ നമുക്ക് P0 by 2ഉം P0 by 2ഉം കൂടി കിട്ടും. P0 by 2ഉം P0 by 2 അല്ല, P0 സോറി മക്കളെ, P0 കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അതെങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, അതായത് P0 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് P0 മൈനസ് എക്സ് ആണെങ്കിൽ, ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമുക്ക് P0 മൈനസ് എക്സ് ആണെങ്കിൽ, അല്ലെ P0 മൈനസ് പി ആണെങ്കിൽ, ഇവിടെ നമുക്ക് P0 മൈനസ് പി ആണ് വരണമെങ്കിൽ, നമുക്ക് പിയും കിട്ടും. അതായത് എയിൽ നിന്ന് പി പോകുമ്പോൾ ഇവിടെ പിയും കിട്ടും. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എയിൽ നിന്ന് P0 മൊത്തത്തിൽ പോകുമ്പോൾ അവിടെ P0 കിട്ടും. കാര്യം what is 0? 0 nothing means it's P0 minus P0. So this P is nothing but P0. ഇവിടെയും P0 അവിടെയും P0 കിട്ടും. That's it. So basically understand that total pressure P infinity, എല്ലാവരും നോക്കുക, total pressure P infinity is equal to pressure of this plus pressure of this plus pressure of this. That is nothing but P0 plus P0, that is equal to 2P0. മനസ്സിലായോ? That is equal to 2P0 മക്കളെ. Yes or no?
Fine. That is equal to 2p naught. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ പി നോട്ട് എത്ര കിട്ടും? പി നോട്ട് ഇസ് ഈക്വൽ ടു പി ഇൻഫിനിറ്റി ബൈ 2. പി നോട്ട് ഇസ് ഈക്വൽ ടു പി ഇൻഫിനിറ്റി ബൈ 2. പി നോട്ട് ഇസ് ഈക്വൽ ടു പി ഇൻഫിനിറ്റി ബൈ 2. മനസ്സിലായോ? ഫൈൻ. യെസ് ഓർ നോ? ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ നമുക്ക് പി നോട്ടും പി ടിയും തമ്മിലല്ല വേണ്ടത്. വി നീഡ് ദ എക്സ്പ്രഷൻ, കെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് പി ടി ആൻഡ് പി ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണ എക്സ്പ്രഷൻ ആണ് 2.303 by t log of p naught by 2 into p naught minus pt. ഇത് നേരത്തെ എക്സ്പ്രഷൻ പി നോട്ടിലും പി ടിയിലും. ഇത് പുതിയ എക്സ്പ്രഷൻ പി നോട്ട് ബൈ 2 ഇൻറ്റു പി ഇൻഫിനിറ്റി ബൈ 2 ഇൻറ്റു പി ഇൻഫിനിറ്റി മൈനസ് പി ടി. അതെങ്ങനെ കിട്ടിയ സാറേ? ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം മക്കളെ. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനിയിപ്പോ പി ടി ടോട്ടൽ പ്രഷർ അറ്റ് എനി ടൈം നമുക്കറിയാം. ഒരു മിനിറ്റ്. ടോട്ടൽ പ്രഷർ അറ്റ് എനി ടൈം PT, total pressure at any time PT, total pressure at any time PT, total pressure at any time PT is equal to P naught plus P. ഇത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ് മക്കളെ. ഇവിടെ ടോട്ടൽ പ്രഷർ അറ്റ് എനി ടൈം എവിടെ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തില്ലേ? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തപ്പോൾ കണ്ടെത്തി. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം മക്കളെ. അത് നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ പി നോട്ട് മൈനസ് പി ദാറ്റ് ഈസ് അറ്റ് ടൈം ഈക്വൽ ടു ടി ആണെന്ന് വരിക. ദിസ് ഇസ് അറ്റ് ടൈം ഈക്വൽ ടു ടി. പി നോട്ട് മൈനസ് പി ആണെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ? ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു ദിസ് പ്ലസ് ദിസ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പി നോട്ട് പ്ലസ് പി. അല്ലേ? ടൈം ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ 0 പി നോട്ട്. അറ്റ് എനി ടൈം ടി ഇറ്റ്സ് പി നോട്ട് മൈനസ് പി ആൻഡ് പി. ഓക്കെ. അപ്പൊ പി ടി എന്താ? ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു ദിസ് പ്ലസ് ദിസ് ദാറ്റ് ഇസ് പി നോട്ട് പ്ലസ് പി. ഗോട്ട് ഇറ്റ്? അപ്പൊ പി എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ പി ടി മൈനസ് പി നോട്ട്. ഇനി നമ്മള് ഇത് നോക്കുക കേട്ടോ. This we already know. This we already found out. P naught is equal to P infinity by 2 എന്നുള്ളത് we already found out. P naught is equal to P infinity by 2 എന്നുള്ളത് we already found out മക്കളെ. P naught is equal to P infinity by 2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫൗണ്ട് ഔട്ട് ചെയ്തു കഴിഞ്ഞു. P naught is equal to P infinity by 2. അല്ലേ? ഫൈൻ. അപ്പൊ നമ്മൾ ആ ഫൈനൽ ഫോർമുല എഴുതുക. ഏത് ഫോർമുല? ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത ഫോർമുലയാണ്. K is equal to 2.303 by T log of P naught by 2 P naught minus PT. അല്ലേ? നമ്മൾ നേരെ K is equal to 2.303 divided by T log of P naught by 2 P naught minus PT. അല്ലേ? ഇവിടെ പി നോട്ട് എന്താവും മക്കളെ? 2.303 that is equal to 2.303 divided by T into log of P infinity by 2 into P naught എന്താ? again P infinity by 2 മൈനസ് പി ടി. പി ടി എന്താ മക്കളെ? പി ടി is equal to പി ടി എന്താ മക്കളെ? സോറി, പി ടി അല്ലല്ലോ ഇവിടെ വരേണ്ടത്. പി ടിയുടെ ടേംസിലല്ലേ എഴുതേണ്ടത്? കറക്റ്റ് is equal to പി ടി. കറക്റ്റ് പി ടിയുടെ ടേംസിൽ എഴുതണം. സോ പി ടി വിൽ ബി ഈക്വൽ പി ടി എന്ന് തന്നെ എഴുതാം. പി ടി എന്ന് എഴുതുക.
So that is equal to 2.303 into t into log of p infinity by 2 into p infinity minus pt. So this is also a type of question. 2.303 by t log of p infinity by 2 into p infinity minus t. This is also a type of question. Okay. So basically, ഈ രണ്ട് ഫോർമുലയെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. Okay, k in terms of p0 and pt is 2.303 by t into log of p0 by 2 p0 minus pt. K in terms of pt and p infinity is 2.303 by t log of p infinity by 2 into p infinity minus pt. Okay, ഇവിടെ pt എന്ന് പറയുന്നത് എന്താണെന്ന് മറക്കരുത്. pt is the total pressure in the container. Okay, after time t. Total pressure of the container. Got it? P0 is initial pressure of reactant. So initial pressure of the container. That means only reactant is there. Reactant മാത്രമേ ഉള്ളൂ. Okay? Fine. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഈ ഫോർമുലാസ് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത എല്ലാ റിയാക്ഷനും ഇങ്ങനെ തന്നെയാണോ? ഒരിക്കലും ചെയ്യരുത്. This is only for this type of reaction. That is only for this type of reaction. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയത്. ഞാൻ പറഞ്ഞു തരാം. ഒരു ജനറലി ഒരു റിയാക്ഷൻ എടുക്കുമ്പോൾ ഐ ജസ്റ്റ് ഡിറൈവ് അനദർ വൺ. ഞാൻ വേറെ ഒരെണ്ണം ഡിറൈവ് ചെയ്ത് തരാം മക്കളെ. നമ്മൾ ജനറലി ഒരു റിയാക്ഷൻ എടുക്കുക എന്ന് വിചാരിക്കാം. നമ്മൾ ജനറലി ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ജനറലി ഒരു റിയാക്ഷൻ എടുക്കാന്ന് വെച്ചാൽ എന്താണ് സാറേ ജനറലി ഒരു റിയാക്ഷൻ എടുക്കാന്ന് വെച്ചാൽ വാട്ട് ഐ എം ടെല്ലിങ് ഇസ് സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ 2a giving you 3b plus 4c ഇങ്ങനെ ഒരു ഗേഷ്യസ് റിയാക്ഷൻ. ഇതെല്ലാം ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഫോർമുല അപ്ലൈ ചെയ്താൽ ഞാൻ നിങ്ങളുടെ മൂക്കിടിച്ച് വരുത്തും. ഞാനല്ല, എക്സാമിനേഷൻ തന്നെ. കാര്യം തെറ്റായിരിക്കും. ദാറ്റ് ഈസ് ഓൺലി ഫോർ എ ഗിവിംഗ് യു ബി പ്ലസ് സി. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ പ്രഷർ ഓഫ് എ P0 എന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഫൈനൽ പ്രഷർ ഓഫ് എ P0 മൈനസ് പി എന്ന് എടുക്കുകയാണെങ്കിൽ, വാട്ട് വിൽ ബി ദ പ്രഷർ ഓഫ് ബി? പ്രഷർ ഓഫ് ബി വിൽ ബി 3p by 2. കാര്യം എന്താ? ഇവിടെ 2a കുറയുമ്പോൾ 3b ആണ് കൂടുന്നത്. They are in the ratio 3:2. അതായത് number of A that reacted number of B that formed they are in a ratio. എന്താണ് ratio? Number of B that is formed is 3. Number of A that is reacted is 2. They are always in the ratio 3:2. അപ്പൊ ഇവിടുന്ന് P of A is what is reacting. P of A is reacting means number of the pressure of B that is formed will be 3p by 2 because this divided by this is 3 by 2. 3p by 2 divided by p is basically 3 by 2. ആ റേഷ്യോയിൽ തന്നെ വരണം മക്കളെ, അത് മറക്കരുത്. Over here it will be 4 divided by 2. So basically ഇവിടുന്ന് p പോവുകയാണെങ്കിൽ അപ്പുറത്ത് 2p കിട്ടും അല്ലേ? ഇവിടുന്ന് p പോവുകയാണെങ്കിൽ അപ്പുറത്ത് 2p കിട്ടും. 2p ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. Because they are in the ratio 4:2. അപ്പൊ ഇവിടുന്ന് p ആണ് പോവാണെങ്കിൽ 4:2 is what 2. ഇവിടുന്ന് p പോവാണെങ്കിൽ ഇപ്പുറത്ത് 2p കിട്ടും. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ പ്രഷർ എന്താണ്? ടോട്ടൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു P0 minus P plus 3p by 2 plus 2p. Okay മക്കളെ? Yes or no? That is equal to 2p, 4p കിട്ടും, 7p by 2 minus 2p, 5p by 2 കിട്ടും അല്ലേ? P0 minus 3p by 2, 4p, 7p, 5p by 2. മനസ്സിലായോ? Yes or no? മനസ്സിലായോ? Got it? അപ്പൊ ഇവിടെ നമ്മൾ P, what is P value then? What will be P value? P value will be equal to 2 by 5 into Pt minus P0.
Got it? ഇനി ഇത് തന്നെ നമ്മൾ മറ്റേലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത്? ഫൈനലി കെ വാല്യൂ എത്രയാ? കെ വാല്യൂ എത്രയാ മക്കളെ? 2.303 by t 2.303 by t into log of P naught initial pressure divided by final pressure of A. Final pressure of A എത്രയാ? P naught minus P. P naught minus P. അപ്പോൾ P naught minus 2 by 5 into PT minus P naught എന്ന് കിട്ടും മക്കളെ. That is what you have to do. Got it? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ is only for these two are valid only for this reaction. Either A giving you B plus C. Okay, valid only for these two are valid only for these two. As in this reaction, A giving you B plus C. 1, 1, 1. Stoichiometric coefficient. അതിന് മാത്രമാണ് ഞാനത് ഡിറൈവ് ചെയ്ത് ഇവിടെ തന്നത്. അതുകൊണ്ട് എല്ലായിടത്തും കൊണ്ട് ചാമ്പരുത്. ഓക്കെ, വാലിഡ് only for this. यहाँ पे also over here പെട്ടെന്ന് ഹിന്ദി കയറി വന്നാണ് മക്കളെ തെറ്റിദ്ധരിക്കുന്നത്. valid only for okay. A giving you B plus C. എനിക്ക് ചിലപ്പോൾ ഹിന്ദി കയറി വരും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പിലാനിയിലായിരുന്നല്ലോ, ബിറ്റ്സിലായിരുന്നല്ലോ, 4 കൊല്ലം പഠിച്ചതല്ല. പെട്ടെന്നൊന്ന് ഹിന്ദി കയറി വരും കേട്ടോ, പേടിക്കണ്ട, അപ്പം തന്നെ മാറും. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഈ ഇക്വേഷൻ വരുമ്പോൾ യു ഗെറ്റ് another expression altogether. ഇനി നിങ്ങൾ വേറൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ വിത്ത് വേറെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് യു വിൽ ഗെറ്റ് another equation. അപ്പൊ ഞാൻ ഇത് നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്യാനല്ല പറയുന്നത്. ഡോണ്ട് ബൈ ഹാർട്ട് these formulas for every reaction. No. ഏതൊരു റിയാക്ഷൻ വരുമ്പോഴും അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചത്. Got it? Okay. നമുക്കൊരു ചെറിയൊരു ജെഇ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് അസോമീഥെയിൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. A first order reaction is given a first order reaction. The variation in partial pressure with time at 600 Kelvin is given as below. The half life of the reaction is ഇതിന്റെ ഹാഫ് ലൈഫ് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങൾ പൈസ ഉണ്ടാക്കി തരില്ല, പൈസ ഉണ്ടാക്കി തരണം. കുറച്ച് കഴിയട്ടെ, നിങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കാൻ നോക്കുക. ട്രൈ ടു ഫൈൻഡ് ദി സൊല്യൂഷൻ ഓൺ യുവർ ഓൺ മക്കളെ. ഓക്കെ, നോക്കുക. വലിയ ഡിഫിക്കൽട്ടി ലെവലൊന്നും ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. ഇവിടെ തന്നക്കണത് എന്താ നോക്കൂ. നാച്ചുറൽ ലോഗരിതം ഓഫ് പി ബൈ പി നോട്ടിന്റെ ഗ്രാഫാണ് തന്നക്കണത് വേഴ്സസ് ടൈം ഇൻ സെക്കൻഡ്സ്. അതാണ് തന്നക്കണത്. ലെറ്റ്സ് ഡു ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ആൻസർ എ ആണ്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡു ഇറ്റ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്കറിയാം കെ റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു 1/t നാച്ചുറൽ ലോഗരിതം ഓഫ് പി നോട്ട് ബൈ പി. ഇതറിയാം സാറേ. ഗോട്ട് ഇറ്റ്? പി നോട്ട് എന്നുള്ളത് ഇനീഷ്യൽ പ്രഷർ ആണ്, പി എന്നുള്ളത് ഫൈനൽ പ്രഷർ ഓഫ് ദ റിയാക്ടന്റ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ ലോഗരിതം ഓഫ് പി നോട്ട് ബൈ പി എത്രയാവും? കെ ടി. ഓക്കെ, fine. T half you know is natural logarithm by k. T half you know it is natural logarithm by k. Alle? Yes or no? Yes or no, my dear students? Natural logarithm is what? 0.693. K is what? 3.465 into 10 power 4. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ അത് എവിടുന്ന് കിട്ടി? 3.465 into 10 power 4. സാറിന് അത് എവിടുന്ന് കിട്ടി? ബാക്കി എല്ലാം ഏതാണ്ട് മനസ്സിലായി സാറേ. സാറിന് ഇത് എവിടുന്ന് കിട്ടി? മക്കളെ ഇവിടെ നോക്കുക. നമുക്കറിയാം we know that kt is equal to natural logarithm of p naught by p. So if you plot this as y, that is equal to mx. അല്ലേ? So slope എന്താണ് മക്കളെ? Slope is equal to m. Slope is equal to m, which is equal to k. അല്ലേ? നാച്ചുറൽ ലോഗരിതം ഓഫ് ഇവിടെ പി ബൈ പി നോട്ട് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ പി ബൈ പി നോട്ട് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ലോഗരിതം ഓഫ് പി നോട്ട് ബൈ പി ഇസ് ഈക്വൽ ടു കെ ടി. അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എം, ദാറ്റ് ഇസ് ഈക്വൽ ടു കെ. ഇവിടെ പി ബൈ പി നോട്ട്. ഓക്കെ, നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ
minus kt. Minus kt will be equal to natural logarithm of p by p naught. Minus kt will be equal to natural logarithm of p by p naught. Because you know that നിങ്ങൾക്കറിയാം log of a by b is equal to minus log of b by a. Okay. Logarithm, natural logarithm of p by p naught ആണ് കൊടുത്തിട്ടുള്ളത്. Kt is equal to logarithm of initial pressure by final pressure. So minus Kt is equal to natural logarithm of final pressure by initial pressure. Okay. Yes or no? So slope ഇത് ഞാൻ മാച്ചോളാം കേട്ടോ. ഇവനെ ഞാൻ അങ്ങോട്ട് തട്ടാം. അല്ലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. സ്ലോപ്പ് ഇവിടെ എന്താണ്? This can also be compared to mx is equal to y. So slope over here is m, which is equal to minus k, and that minus k is minus 3.465 into 10 power 4. That means k is equal to 3.465 into 10 power 4 മക്കളെ. അതുകൊണ്ടാണ് ഇവിടെ സൊല്യൂഷനിൽ വന്നത്. വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇറ്റ്സ് ഫ്രം ദ ഗ്രാഫ് റീഡിംഗ് പ്രോബ്ലംസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതാകെ ദിശ തെറ്റിയിരിക്കുകയാണല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. ഓക്കെ, എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണേ എന്ന്. സോ എല്ലാവരും നോക്കുക. ദ ഫോളോയിങ് ഡേറ്റ were obtained during the first order thermal decomposition of N2O5 at constant volume. അതായത് 2N2O5, ഞാൻ റിയാക്ഷൻ ഒന്നും കൂടി എഴുതാം ഇവിടെ. 2N2O5 giving you 2N2O4 plus O2. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. It is given that at time equal to 0 ഒരു മിനിറ്റ്, പ്രഷർ ഒരു മിനിറ്റ് മക്കളെ സീരിയൽ നമ്പർ പ്രഷർ ATM. ഓക്കെ, പ്രഷറും ടൈമും തമ്മിലുള്ള ഡേറ്റയാണ്. ഇതിങ്ങനെ ദിശ തെറ്റി കിടക്കണോണ്ടാണ് മക്കളെ. സോ പ്രഷറും ടൈമും തമ്മിലുള്ള ഡേറ്റയാണ് തന്നിരിക്കുന്നത്. അറ്റ് ടൈം ഈക്വൽ ടു 0 പ്രഷർ is given as 0.5 total pressure. Okay, and at time equal to 100 total pressure is given as 0.512. Okay മക്കളെ, yes or no? This is what is given. Calculate the rate constant. അപ്പൊ മക്കളെ ഞാൻ നേരത്തെ പഠിപ്പിച്ച പോലെ ഇത് ചെയ്യേണ്ടി വരും. എങ്ങനെ മക്കളെ? സോ ബേസിക്കലി യു നോ എവരിവൺ ലുക്ക് ഓവർ ഹിയർ. തനി ഉണ്ടാക്കാൻ നോക്കുക. എക്സാമിന് ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ വരില്ല. So try to do it on your own. If you don't get it after a lot of tries, കുറെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലേ പോസ് മാറ്റി വീഡിയോ കാണാൻ പാടുള്ളൂ. ഓക്കെ, സോ എല്ലാവരും നോക്കുക. 2N2O5 giving you 2N2O4 plus O2. ഓക്കെ മക്കളെ, നമുക്ക് ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് ഓൾറെഡി. അല്ല, ഇനീഷ്യൽ പ്രഷർ P0 എന്ന് എടുക്കാം. ഓക്കെ, ഞാൻ ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഫൈനൽ പ്രഷർ എന്തായിരിക്കും? P0 മൈനസ് P. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സെയിം റേഷ്യോ ആണ് മക്കളെ. ഇവിടുന്ന് 2 പോകുമ്പോൾ അവിടെ 2 വരുന്നു അല്ലെ? ഇവിടുന്ന് 2 പോകുമ്പോൾ അവിടെ 2 വരുന്നു. സോ ദിസ് വിൽ ബി P itself. ഗോട്ട് ഇറ്റ്? അപ്പുറത്ത് എന്തായിരിക്കും? P/2. എന്തുകൊണ്ടാണ് സാറേ അത് P/2 ആയത്? നോക്കുക, ദിസ് ഇസ് 2:1 റേഷ്യോ. ഇവിടുന്ന് 2 പോകുമ്പോൾ അവിടെ 1 വരുന്നുള്ളൂ. ഇവിടുന്ന് P പോകുമ്പോൾ അവിടേക്ക് P/2 വരും. മനസ്സിലായോ? സോ എല്ലാവരും നോക്കുക. ടോട്ടൽ പ്രഷർ എത്രയാണ്? ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു P0 മൈനസ് P പ്ലസ് P/2. അതെത്രയാണ് മക്കളെ? P ക്യാൻസൽ ആയി പോകും. ദിസ് വിൽ ബി നത്തിങ് ബട്ട് 2P0 plus P/2. Okay, PT is equal to 2P0 plus P/2. Got it? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? The following data were given.
കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താണ്? K is equal to 2.303 by T. T എന്നുള്ളത് 100 ആണ് മക്കളെ. ടൈം ഈക്വൽ ടു എന്താണ് കാൽക്കുലേറ്റ്? ടൈം ഈക്വൽ ടു 100 എടുക്കാം അല്ലേ? ടൈം ഈക്വൽ ടു 100 എടുക്കാം മക്കളെ. 2.303 by T log of initial pressure. Initial pressure എത്രയാ? P0 log of P0 by എന്താണ്? P0 by എന്താണ് മക്കളെ? It will be P0 by P0 minus P. ഇതാണ് എടുക്കേണ്ടത്. Please understand. P0 by PT അല്ല. P0 by initial pressure by final pressure of reactant. That is P0 minus P. Got it? ഇനി P എന്താണ്? From here we know that P is equal to P എന്തായിരിക്കും മക്കളെ? From here it's very easy to understand that P is equal to എവിടെ എഴുതാൻ പറ്റും? P is equal to, we know that P is equal to P എത്രയായിരിക്കും മക്കളെ? 2PT minus 2 into PT minus P0 ആണ് P. 2 into PT minus P0 ആണ് P അല്ലേ? അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം മക്കളെ. വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഒരു സ്ലൈഡിൻ്റെ ആവശ്യം കൂടി വരും. എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് K is equal to 2.303 by T into log of P0 by P0 minus P എന്നുള്ളതാണ് അല്ലേ മക്കളെ? So that P എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? P എന്നുള്ളത് 2 into എത്രയാണ്? PT minus P0. 2 into PT minus P0. Got it? അപ്പൊ ഇവിടെ നമുക്ക് 2.303 divided by T into log of P0 എത്രയാണ്? അല്ലെങ്കിൽ നമുക്ക് അവസാനം എഴുതാം P0 by P0 minus 2 into PT minus P0. Got it? അല്ലെങ്കിൽ 2.303 by T into log of P0 by 3P0 minus 2PT എന്ന് കിട്ടും അല്ലേ? P0 minus 2 എടുത്തപ്പോഴത്തേക്ക് ഇത് 3P0 minus 2PT. ഇനിയാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P0 എത്രയാ? ഇനീഷ്യൽ പ്രഷർ എത്രയാ? 0.5. We know that P0 is equal to 0.5. ഓക്കെ, പിന്നെ തന്നക്കണത് എന്താണ് മക്കളെ? ഫൈനൽ പ്രഷർ. at 100 ടോട്ടൽ പ്രഷർ 0.512. അപ്പൊ PT വാല്യൂം തന്നിട്ടുണ്ട് മക്കളെ. ഡണ്ടനാടൻ 0.512. മുടിച്ചാച്ചാ അത് ഇവിടെ കൊണ്ട് ചാമ്പി ലോഗരിതം വാല്യൂസ് കണ്ടെത്തുക. ഓക്കെ, റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ മക്കളെ. K വാല്യൂ T എത്രയാണ്? 100. T is equal to 100. ഓക്കെ, മടി കൊണ്ടല്ല ഞാനത് കംപ്ലീറ്റ് ചെയ്യാനുള്ള, ബാക്കിയുള്ള കാൽക്കുലേഷൻ എങ്കിലും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ ഓപ്ഷൻസ് പോലും തരാത്തത്. ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ആൻഡ് കമന്റ് ബിലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ വിൽ ടെൽ വെദർ ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, ഫൈൻ. നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ദയവായിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക മക്കളെ. ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ അറ്റ് ഓൾ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ അറ്റ് ഓൾ. വളരെ വളരെ സിമ്പിൾ ആണ്.
It's a very, very simple question. In the same way, ഒരു സെയിം പാറ്റേണിൽ പോകുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2N2O5 giving you 4NO2 plus O2. Oh, same alla, slightly different ആണ്. Same reaction alla. Is a first order reaction. After 30 minutes from the start of the decomposition in a closed vessel, the total pressure developed is found to be 284.5 millimeter of mercury. On complete decomposition, the total pressure is 584.5 millimeter of mercury. Calculate the rate constant of the reaction. Okay? Fine. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഞാനൊരു ക്ലൂ തരാൻ പോവാണ് ഈ റിയാക്ഷന്. I'm just going to give you a clue over here. ബാക്കി നിങ്ങൾ ഏറ്റുപിടി. ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുതരാം. 2N2O5 giving you 4NO2 plus O2. അല്ലേ? It is given that initial pressure തന്നിട്ടേ ഇല്ല. ഇനീഷ്യൽ പ്രഷർ നിങ്ങൾക്ക് തന്നിട്ടേ ഇല്ല. ഓക്കെ, അപ്പം ഞാനൊരു നോർമലി എങ്ങനെയാണ് ചെയ്യാത്? P0 കണ്ടെത്തും അല്ലേ? P0 കണ്ടെത്തും at time equal to 0. then P0 minus P0 എന്നിടും, P0 minus P എന്ന് ഇവിടെ ഇടും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2P എന്ന് വരും. കാര്യം എന്താ? This is 4/2, 2:1 റേഷ്യോയിലാണ്. ഇവിടെ P കുറയുമ്പോൾ അപ്പുറത്തെ 2P വരും അല്ലേ? അവിടെ എന്ത് വരും? P/2 എന്ന് വരും അല്ലേ മക്കളെ? എന്നിട്ട് ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു P0 minus P plus 2P plus P/2 അല്ല, that is equal to P0 plus P plus P/2 എന്ന് വരും. So 2P0 plus P plus P/2, 2P plus 3P plus 3P/2 എന്ന് വരും അല്ലേ? plus P plus P/2. So 2P0 plus 2P, 3P/2. Okay. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ പ്രഷർ ഡെവലപ്ഡ് ഇസ് ഫൗണ്ട് ടു ബി 284.5 ആഫ്റ്റർ 30 മിനിറ്റ്സ്. അപ്പൊ ടൈമും തന്നിട്ടുണ്ട്, ഈ PT യും തന്നിട്ടുണ്ട്. ഈ PT is basically at 30 minutes. At 30 minutes, this is given as 284.5. Okay. So we know this equation. Is equation that K is equal to 2.303 by T log of P0 by P0 minus P എന്നുള്ളത്. ഇത് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുള്ളതാണ്. P0 minus P എന്നുള്ളത്. P0 minus P എന്നുള്ളത് K is equal to 2.303 by T into log of P0 by P0 minus P. Okay. PT തന്നിട്ടുണ്ട്. നമുക്ക് P അറിയണമെങ്കിൽ, അവിടെ നമുക്ക് P അറിയണമെങ്കിൽ, ഇവിടെ നമുക്ക് P അറിയണമെങ്കിൽ നമുക്ക് P0 വേണം. അത് ശരിയാണല്ലോ സാറേ. P0 തന്നിട്ടില്ലല്ലോ, ഇനീഷ്യൽ പ്രഷർ തന്നിട്ടില്ലല്ലോ ഇവിടെ. On completion, the total pressure is 584.5 എന്നുണ്ട്. മക്കളെ ഇങ്ങോട്ട് നോക്കുക മക്കളെ. Everyone look over here. Everyone please look over here. Look over here. അവിടെയാണ് നമ്മുടെ ഇച്ചായം വരുന്നത്. ഏത് ചായൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ആണ്. ഏത് വാല്യൂ ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഒരു മിനിറ്റ്. ബേസിക്കലി നമുക്ക് 2N2O5 giving you
4NO2 plus O2. This is the equation. And it's given that initial pressure നമ്മൾ P naught ആയിട്ട് എടുക്കുന്നു. Initial pressure നമ്മൾ P naught ആയിട്ട് എടുക്കുന്നു. ഈ initial pressureന്റെ വാല്യൂ നമുക്കറിയില്ല. ഈ initial pressureന്റെ വാല്യൂ നമുക്കറിയില്ല, അല്ലേ? പക്ഷെ നമുക്കറിയാം at T equal to infinity, we know that this will be 0, അല്ലേ? This will be 0, my dear students. അല്ലേ മക്കളെ? at T equal to infinity, this will be 0. ഇത് എത്രയായിരിക്കും? 2P naught ആയിരിക്കും. കാര്യം P naught തന്നെ പോവും, മൊത്തം P naught പോവും, മറ്റേത് 2P naught ആയിരിക്കും. ഇത് P naught by 2 എന്നും വരും, അത് 2P naught by 2 എന്ന് വരും. So basically what is the total pressure over here? Total pressure എന്തായിരിക്കും at infinity? P infinity എന്തായിരിക്കും? P infinity will be equal to 5P naught by 2. Got it? ആ 5P naught by 2 ആണ് 584.85 എന്ന് കൊടുത്തിരിക്കുന്നത്. ആ 5P naught by 2 ആണ് 584.5 എന്ന് കൊടുത്തിരിക്കുന്നത്. So this is equal to 584.5 and you can easily find P naught value from here. ഇതിൽ നിന്ന് നമുക്ക് P naught value കിട്ടും. ഇതിൽ നിന്ന് P naught value കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ചാമ്പുക, P naught value ഇടുക. Got it? Yes or no? Fine. P value കണ്ടെത്താൻ പറ്റും ഇതിൽ നിന്ന്, അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് P യുടെ ഒരു ഇക്വേഷൻ കിട്ടില്ലേ? കിട്ടില്ലേ മക്കളെ? അങ്ങനെ then finally apply the logarithm, you will get the answer. So the rest of the question is a homework for you guys. Please do it. Okay? Rest of the question is a homework. Final answer വരുന്നത് A ആയിരിക്കും മക്കളെ. Final answer വരാൻ പോകുന്നത് A ആയിരിക്കും മക്കളെ. Okay, you can just check that. ഞാൻ ഒന്നും കൂടി പറയാം, ഇവിടെ വരെ നമുക്ക് കിട്ടി total pressure is equal to 2P naught plus 3P by 2. Okay. K is equal to 2.303 by T log of P naught by P naught minus P. അല്ലേ? Yes or no? ആ P മാത്രം, ആ P യും P naught ആണ് നമുക്ക് കിട്ടാത്തത്. P naught നമുക്കറിയാം, ഈ ഒരു ഇക്വേഷൻ P infinity equal to 5P naught by 2. So that is equal to 584.5. അതിൽ നിന്ന് P naught കണ്ടെത്തുക. പിന്നെ ഇവിടെ PT വാല്യൂ തന്നിട്ടുണ്ട്, ആ 30 minutes 284.5. അതറിയാം നമുക്ക്. P naught വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തി, അതിൽ നമുക്ക് P വാല്യൂ കണ്ടെത്താൻ പറ്റും. ആ P വാല്യൂ നമ്മൾ അവിടെ കൊണ്ട് ചാമ്പുക. ഓക്കെ, പായസം മൊത്തം ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. So that is how you do this question and that is the end of today's class. ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു മക്കളെ. ഓക്കെ, അതിലൊന്ന് രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ടും വെച്ചിട്ടുണ്ട്. ദയവായി സ്വയം ചെയ്യാൻ നോക്കുക മക്കളെ. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്വയം ചെയ്യാൻ നോക്കുക, സ്വന്തം ചെയ്യാൻ നോക്കുക. ഓക്കെ, സെർച്ച് ചെയ്ത് കണ്ടെത്തണമെന്നല്ല, ബി ലോയൽ ടു യുവർ സെൽഫ്. എനിക്കറിയാം ചിലപ്പോൾ ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും കിട്ടുമായിരിക്കും, ബട്ട് അണ്ടർസ്റ്റാൻഡ്, ബി ലോയൽ ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹോംവർക്ക് ഒക്കെ തരുന്നത്. സോ ട്രൈ ടു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ഡു ആസ് മെനി ക്വസ്റ്റൻസ് as possible so that you become confident in the topic. ഓക്കെ, ഒരു ടോപ്പിക്കിൽ കോൺഫിഡൻ്റ് ആവണ വരെയും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കണ വരെയും അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ തഴക്കം വരണ വരെയും നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇടിച്ച് എവിടെയെങ്കിലും നിൽക്കും, അല്ലേ? സോ അതേപോലെ തന്നെയാണ് മക്കളെ. ഗിയർ എന്താണെന്ന് അറിയാം, ക്ലച്ച് എന്താണെന്ന് അറിയാം, ബ്രേക്ക് എന്താണെന്ന് അറിയാം, പക്ഷേ ഇതൊക്കെ കൂട്ടിയിട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിക്കണ്ടേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് തിയറി അറിയായിരിക്കും, പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് ചെയ്യാൻ പറ്റണ്ടേ? ആസ് ഇൻ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റണ്ടേ? സോ ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ ഡിഫറൻസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിവിടെ തീർക്കുകയാണ് എല്ലാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, വളരെയധികം കില്ലർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കില്ല് ചെയ്തു. ഓൾമോസ്റ്റ് ചിലത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നു, ചിലത് പാതി ചെയ്തു വെച്ചു. ഓക്കെ, പാതിയല്ല, മുക്കാലും ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേഷൻ ഫൈനലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൈപിടിച്ച് നടത്താം, പക്ഷെ കൈവിട്ടാലും നിങ്ങൾക്ക് നടക്കാൻ പറ്റണം മക്കളെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ഓൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പുതിയ സെഷൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ്. ഓക്കെ, അതിപ്പോൾ അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയാലും റിലേറ്റഡ് ടു യുവർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ദയവായി കമൻറ്റ് ചെയ്യുക, ദയവായി ഞങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ, ചാനൽസിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒബ്വിയസ്ലി ദർ ഇസ് എ ടെലിഗ്രാം ചാനൽ വിച്ച് ഇസ്
ലിങ്ക് ഇതാണ്, ജോയിൻ ചെയ്യുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ചാനലിനെ കുറിച്ച് അറിയാനായിട്ട്. ഓക്കെ, കെമിസ്ട്രിയെ കുറിച്ച് മാത്രമല്ല, ഫോർ ദി എൻറ്റയർ കണ്ടന്റ്. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും നന്ദി കണ്ടതിന്. ലെറ്റ്സ് മീറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ കമ്മിങ്. അടുത്ത ക്ലാസ് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ഇറ്റ്. ലെക്ചർ നമ്പർ 6 is on the way. Okay, so till then, bye bye my dear champions.